ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ശാലിനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതിനാൽ ശ്യാമയാണ് ശാരദാമ്മയുടെ കൂടെ നിർത്തുന്നത്. ശാരദാമ്മയെ ചതിക്കാനായി രോഹിതും സുസ്മിതയും പറയുന്നുണ്ട്. എന്നെ കൊണ്ടിതിന് കഴിയില്ല എന്ന് ശ്യാമയും വ്യക്തമായി പറഞ്ഞെങ്കിലും രോഹിത് വീണ്ടും മകളെ വെച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഒന്നും അറിയാതെ തന്നെ ശാരദാമ്മയും സത്യഭാമയും പാചകം തുടർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരെയും രേഖ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം പിള്ളച്ചേട്ടൻ പൊന്നിയെ വിളിക്കുന്നുണ്ട്, എന്നാൽ കിട്ടുന്നില്ല. താൻ വിളിച്ചാൽ ആരെങ്കിലും കിട്ടുമോ, വേറെ ആരെങ്കിലും വിളിച്ചു നോക്കൂ എന്നൊക്കെ രാഘവൻ പറയുന്നു. ഒരു കാര്യം ചെയ്യാം, നൂറിനെ വിളിക്കാമെന്ന് പിള്ളച്ചേട്ടൻ. അങ്ങനെ പിള്ളച്ചേട്ടൻ നൂറിനെ വിളിച്ചു. ബെല്ല് പോകുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് സാറിന് ഇരിക്കപ്പുറതിയില്ല, എനിക്കും അറിയാനുള്ള ആഗ്രഹമുണ്ടെന്ന് കൂട്ടിക്കോ. എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പിള്ളച്ചേട്ടൻ. ആദ്യത്തെ മത്സരത്തിൽ 4 പേരായിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്. അതിൽ വിജയിച്ചിരിക്കുന്നത് സത്യാമ്മയും ശാരദാമ്മയുമാണെന്നും നൂറ്. ഈ കാര്യം പിള്ളച്ചേട്ടൻ രാഘവനെ അറിയിച്ചു. താൻ സ്പീക്കർ ഓൺ ചെയ്യേ, എനിക്ക് നേരിട്ട് കേൾക്കാമല്ലോ എന്ന് രാഘവൻ. ബാക്കി കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞോ, ഞാൻ സ്പീക്കറിൽ ഇട്ടിരിക്കുകയാണെന്ന് പിള്ളച്ചേട്ടൻ. അച്ഛാ, ഫൈനൽ റൗണ്ടിലെത്തിയത് ശാരദാമ്മയും സത്യാമ്മയുമാണ്. പരമ്പരാഗതമായ കേരള ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. മത്സരം നടക്കുകയാണ്. ആര് ജയിക്കും ജയിക്കില്ല എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒരല്പം കഴിഞ്ഞ് വിജയ് ആരാണെന്ന് ഞാൻ വിളിച്ചു പറയാമെന്ന് നൂറ്. അത് വേണ്ട, ഇതിന്റെ വിജയം എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് രാഘവൻ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാനും പറയുന്നു. എന്നാൽ രാഘവൻ ഫോൺ വെച്ചതിന് ശേഷം പിള്ളച്ചേട്ടനോട് പറയുന്നു, ഈ ഫുഡ് ഉണ്ടാക്കാൻ ശാരദമ്മയേക്കാൾ മറ്റൊരാളില്ല. അത്രയ്ക്ക് രുചിയാണ് അവരുടെ ചമ്മന്തിക്ക് പോലും. ഞാൻ കഴിച്ചിട്ടുള്ള കറിയാണ്. ആ ഹോട്ടൽ ഇപ്പോഴും പോകുന്നത് അവിടുത്തെ ഭക്ഷണത്തിന്റെ മേന്മ ഒന്നുകൊണ്ട് മാത്രമാണ്. പാചകത്തിനൊരു താളമുണ്ട്. കൃത്യമായി പാചകം ചെയ്താൽ ആ നാവിനറിയാം അത് ഉണ്ടാക്കിയ ആളിന്റെ മഹത്വം. അത് ശാരദാമ്മയ്ക്കുണ്ട്. അത് അവരുടെ ജോലിയല്ല, അതിനോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ള ഒരാളിനെ ആർക്കും തോപ്പിക്കാൻ കഴിയില്ലെന്നും രാഘവൻ പറയുന്നു. പ്രതീക്ഷ കൈവിടരുത് ആ ശാന്ത എന്ന് പിള്ളച്ചേട്ടൻ പറയുമ്പോൾ രാഘവൻ വീണ്ടും പറയുന്നു, ഒന്ന് പോടോ. ഉപ്പോളം ഒരു ഒപ്പിലിട്ടത് ശാരദാമ്മ തന്നെയാണെന്ന് രാഘവൻ ഒന്നുകൂടി പറയുന്നു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനൊരു മത്സരം താൻ പറയാതെ തന്നെ കാര്യങ്ങൾ എനിക്കറിയാൻ കഴിയും. ഇനിയൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞ് രാഘവൻ പോണു. ഭഗവാനെ, കൈവിടരുതേ, സത്യാമ്മയെ ജയിപ്പിക്കണേ, എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്യാമേ, ഒരു തോൽവിയും ഉണ്ടാകരുതേ എന്ന് പിള്ളച്ചേട്ടൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പാചകം നടന്നുകൊണ്ടിരിക്കുന്നു. ശ്യാമ പറയുന്നു, അമ്മ ഉണ്ടാക്കുന്ന കറിക്കും സത്യാമ്മ ഉണ്ടാക്കുന്ന കറിക്കും രണ്ടും രണ്ട് രുചിയായിരിക്കില്ലേ എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, അതെങ്ങനെയാ 2 പേരല്ലേ ഉണ്ടാക്കുന്നത്? അല്ല, അമ്മയിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോയ വിദ്യയല്ലേ ശാന്തേച്ചി അവിടെ കൈകാര്യം ചെയ്യുന്നത്? ആള് 2 ആണെങ്കിലും കളരി ഒന്നാണല്ലോ എന്ന് ശ്യാമ പറയുന്നുണ്ട്. അതെന്തെങ്കിലും ചെയ്യും, നീ ആദ്യം ഈ ഇഞ്ചിയും കുരുമുളകും ചതച്ചെടുക്കാനായി പറയുന്നു. അമ്മയെ ശാന്തേച്ചി ഒന്നും നോക്കുന്നത് പോലുമില്ലല്ലോ, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കഴിഞ്ഞില്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നു. സത്യാമ്മയ്ക്ക് 1ാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കാനുള്ള വാശിയിലാണെന്ന് ശാരദാമ്മ. ഗുരുവാണോ ശിഷ്യാണോ ജയിക്കുന്നതെന്ന് ഇന്നറിയാം എന്ന് ശ്യാമ പറയുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കുകയാണ് ശാരദാമ്മ. സത്യഭാമ ശാന്തയോട് പറയുന്നു, ഞാൻ കപ്പ വേവിച്ചു വെക്കുമ്പോഴത്തേക്കും ശാന്ത മുളക് ചമ്മന്തിയുടെ കാര്യം നോക്ക്. അറിയാലോ, മുളക് ചുട്ടു തന്നെ വെക്കണം, പിന്നെ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കണമെങ്കിലേ സ്വാദ് കിട്ടൂ എന്ന് പറയുന്നു. ഞാൻ മുളക് ചുട്ടെടുക്കാം, ബാക്കി സത്യാമ്മ ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട് ശാന്ത. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രബോസും സുസ്മിതയും. ജഗദീപ് സുസ്മിതയുടെ അടുക്കൽ പോയിട്ട് പറയുന്നു, കണ്ട് പഠിക്കേണ്ടി നല്ല ഒറിജിനൽ മുളക് ചമ്മന്തി. അങ്ങനെ അവിടുത്തെ ഭക്ഷണം പുകഴ്ത്തി പറയുകയാണ് ജഗദീപ്. ദേഷ്യത്തോടെ സുസ്മിതയും ചന്ദ്രബോസും ജഗദീപിനെ നോക്കുന്നു. എന്തായാലും വന്നതല്ലേ, ഇതിന്റെ അവസാനം നമുക്ക് നോക്കാമെന്ന് ചന്ദ്രബോസ്. ആ ശ്യാമ ചതിച്ചത് കൊണ്ടായില്ലെങ്കിൽ ഈ 2 തള്ളമാരും ഇവിടെ നിന്ന് ഷൈൻ ചെയ്യില്ലായിരുന്നു എന്നും സുസ്മിത പറയുന്നു. കുറുപ്പ് സാറ് എല്ലാം വന്ന് നോക്കുന്നുണ്ട്. ഒരു മകള് ജോലിക്കായി പോയെങ്കിലും ശാരദാമ്മയ്ക്ക് കൂട്ടായി മറ്റൊരു മകൾ എത്തിയല്ലോ. ദൈവം അനുഗ്രഹിച്ച കുടുംബമാണ് ശാരദാമ്മയുടേത്. അതിന്റെ ഒത്തൊരുമയാണ് ഇവിടെ ഇപ്പോൾ കണ്ടതെന്ന് കുറുപ്പ് സാറ് പറയുന്നു. ഇതിന്റെ വിജയവും ശാരദാമ്മയ്ക്ക് തന്നെയാണ്, അതിൽ ഒരു മാറ്റവും ഇല്ലെന്ന് കുറുപ്പ് സാറ്. ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാറില്ലെന്ന് അറിയാലോ, ഇതിപ്പോ ശാലിനിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് എന്ന് ശാരദാമ്മ പറയുമ്പോൾ കുറുപ്പ് സാറ് പറയുന്നുണ്ട്, എങ്കിലും അന്തിമ വിജയം ശാരദാമ്മയ്ക്ക് തന്നെ ആയിരിക്കും. ശാരദാമ്മയുടെ കൈപുണ്യത്തിന്റെ ആ മികവ് വേറെ ഒന്നിലും കാണില്ല. അത് ശാരദാമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതെവിടെയും തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ഇനി 2 മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫലപ്രഖ്യാപനമാണ്. രേഖാമേടത്തെയാണ് ക്ഷണിക്കുന്നത്. 2 പേരുടെയും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കാൻ വരികയാണ് അവർ. എന്താണ് ഇങ്ങനെ പരമ്പരാഗതമായ ഒരു ഫുഡ് സെലക്ട് ചെയ്യാനുള്ള കാരണമെന്ന് രേഖാമേടം ചോദിക്കുന്നുണ്ട്.
എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണവും ഇത് തന്നെയാണെന്നും സത്യമ്മ പറയുന്നുണ്ട് രേഖയോട്. ചുട്ടെടുത്ത മുളക് കൊണ്ടരച്ച ചമ്മന്തിയും കപ്പയും. ഒന്നുമില്ലാതിരുന്ന ആദ്യ നാളുകളിൽ ഞങ്ങൾക്ക് ഈ ഭക്ഷണം അമൃതിന് തുല്യമായിരുന്നു. ഞങ്ങളുടെ ഇഷ്ട ഭക്ഷണത്തിൽ ഉപരി ഞങ്ങളുടെ ആശ്രയമായിരുന്നു ഇത്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എന്നും കഴിക്കുന്ന ഭക്ഷണമായിരുന്നെങ്കിലും അന്നത്തെ സാഹചര്യം കൊണ്ട് ഓരോ ദിവസം ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. തീർച്ചയായും ആ ഒരു സ്വാദ് മറ്റുള്ളവരിലേക്കും എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ തിരഞ്ഞെടുത്തത് എന്നും അവർ പറയുന്നു. സ്പൂൺ മാറ്റി വെച്ചിട്ട് രേഖ പറയുന്നു, ഇത് ഇങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് കൈകൊണ്ട് തന്നെ വാരി കഴിക്കുന്നുണ്ട്. സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നു, ചിറ്റപ്പ വേറെ പണിയില്ലേ, കപ്പയും ചമ്മന്തിയും ഉണ്ടാക്കിയാണ് സത്യഭാമ ജയിച്ചതെന്ന്. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സംഗതി ഏറ്റു എന്നാ തോന്നുന്നത്. ആ രേഖാ മേഡത്തിന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടോ എന്ന് ജഗദീപ്. ഓവ്, ഭാരതപ്പുഴ കവിഞ്ഞൊഴുകുന്നത് പോലെയാണ് അവരുടെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീര് വരുന്നത്. ചിറ്റപ്പ എന്നെ കൊണ്ട് ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് സുസ്മിത പോകുന്നു. പിറകെ ചന്ദ്രബോസും. പിന്നെ ശാരദാമ്മയുടെ അരികിലേക്ക് വന്നു. എന്താണ് ഇഡലിയും സാമ്പാറും തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് രേഖ ചോദിക്കുന്നു. ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ വെറൈറ്റി ഫുഡ്സിനല്ലേ പ്രാധാന്യം, എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാതിരുന്നത് എന്ന് രേഖ. ഞാൻ എൻ്റെ കുടുംബശ്രീ ഹോട്ടലിൽ ആദ്യമായി ഉണ്ടാക്കി കൊടുത്തത് ഇഡലിയും സാമ്പാറുമാണ്. പെട്ടെന്ന് ഒരു നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഞാനാക്കിയ ഈ നാടൻ ഭക്ഷണം തന്നെ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. ജയപരാജയങ്ങൾ രണ്ടാമത്തെ ഘടകമല്ലേ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടമുണ്ടാക്കി തന്ന ഭക്ഷണം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതിന് കൊടുക്കുന്നത് ഒന്നാം സ്ഥാനം തന്നെയാണെന്നും ശാരദാമ്മ പറയുന്നു. അങ്ങനെ ആ ഭക്ഷണം ടേസ്റ്റ് നോക്കുകയാണ് രേഖ. എന്നാൽ ശാരദാമ്മയെ നോക്കിയിട്ട് ഒന്നും പറയാതെ രേഖ അവിടെ നിന്നും പോകുന്നു. മുഖം കണ്ടപ്പോൾ അവർക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് ശാരദാമ്മ വിശ്വസിക്കുന്നത്. ഇനി പാചകറാണിയെ തിരഞ്ഞെടുക്കുന്ന ആ അസുലഭ നിമിഷമാണെന്ന് പറയുന്നുണ്ട്. ആരായിരിക്കും ആ ഭാഗ്യവതി? 10 ലക്ഷം രൂപ സ്വന്തമാക്കുന്നത് ആരായിരിക്കും? കുടുംബശ്രീ ശാരദയോ അതോ സത്യഭാമയോ? ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അവരവർ തിരഞ്ഞെടുത്ത ഭക്ഷണം അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ വിജയം ആർക്കാണെന്ന് പ്രഖ്യാപിക്കുന്നത്. സാബു വർഗീസ് സാറിന് എന്താണ് ഈ സന്തോഷ സമയത്ത് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാവരോടുമായി സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും വളരെ ഉജ്ജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആരാണ് വിജയി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് KPT ഗ്രൂപ്പ്. എന്തായാലും വളരെ നല്ല രീതിയിൽ പരിശുദ്ധം കറിമസാല കൂട്ടിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം വിജയെ പ്രഖ്യാപിക്കാനായി നമ്മുടെ വിശിഷ്ടാതിഥിയായ രേഖാ മേഡത്തെ ക്ഷണിക്കുന്നു. രേഖ എല്ലാവരോടുമായി സംസാരിക്കുന്നുണ്ട്. രണ്ട് ടീമുകളും കടുത്ത മത്സരം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇരുവരിൽ നിന്നും ഒരു വിജയെ കണ്ടെത്താൻ പ്രയാസമാണെങ്കിലും കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് പ്രഖ്യാപിക്കുകയാണ് എന്ന് രേഖ. എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നു. കുടുംബശ്രീ ശാരദയ്ക്ക് കിട്ടിയിരിക്കുന്നത് 6 പോയിന്റ് ആണ്. എല്ലാവരും കൈയടിച്ചു. എന്നാൽ സത്യഭാമ 2 പോയിന്റ് കൂടി കൂടുതൽ വാങ്ങി 8 പോയിന്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് കേട്ട് സന്തോഷത്തോടെ കൈയടിക്കുകയാണ് അവർ. സത്യഭാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ശാരദാമ്മ പോലും കൈയടിക്കുകയാണ്. ശാരദാമ്മ ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. അന്ന് ശാരദാമ്മയുടെ കാര്യം പറഞ്ഞിരുന്നു. അമ്മ പങ്കെടുത്താൽ മറ്റാരും ജയിക്കില്ല. പക്ഷേ ഈ മത്സരത്തിൽ സത്യാമ്മയെ ജയിപ്പിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. മത്സരത്തിനില്ല എന്ന് പറഞ്ഞ എന്നോട് മത്സരത്തിൽ പങ്കെടുക്കാനായി പറയുന്നു. ഞാൻ പങ്കെടുത്താൽ ഞാനേ ജയിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ട്. എന്നിട്ടും നീ പറയുന്നു സത്യാമ്മയെ ജയിപ്പിക്കണമെന്ന്. സത്യാമ്മ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പങ്കെടുക്കാതിരിക്കുന്നതെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു, അമ്മ പങ്കെടുക്കാതിരുന്നാലും സത്യാമ്മ പരാജയപ്പെടും. ഞാൻ പിന്നെ എന്ത് വേണമെന്ന് ചോദിക്കുന്നു. അമ്മ മത്സരത്തിൽ പങ്കെടുക്കുന്നത് സത്യാമ്മയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അറിയാലോ, സത്യാമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. വിഷ്ണുവേട്ടനെ പോലും അകറ്റി നിർത്തി വാശിയോടെ ഒറ്റയ്ക്ക് ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യാമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ശാന്തേച്ചി കൂടെയുള്ളത് കൊണ്ട് സത്യാമ്മയെ ശാന്തേച്ചി ഫൈനൽ റൗണ്ടിൽ എത്തിക്കും. അവിടെ സത്യാമ്മയെ നേരിടേണ്ടത് ശാരദാമ്മയായിരിക്കണം. അതായത് അവസാന മത്സരാർത്ഥികൾ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കണം. ചുറ്റുമുള്ള ശത്രുക്കളെ ഇല്ലാണ്ടാക്കി സത്യാമ്മയുടെ വിജയം ഉറപ്പിക്കാൻ എതിർപക്ഷത്ത് നിന്നുകൊണ്ട് അമ്മയ്ക്ക് കഴിയണം. ഞാനില്ല അമ്മയുടെ കൂടെ. തന്ത്രപരമായി നമുക്ക് സത്യാമ്മയെ വിജയിപ്പിക്കാമെന്നും ശാലിനി പറയുന്നു. മോളെ, നിന്റെ ഈ നല്ല മനസ്സ് അവർ കാണുന്നില്ലല്ലോ എന്ന് ശാരദാമ്മ പറയുന്നു. ഞാനിത് വിഷ്ണുവേട്ടൻ്റെ അച്ഛന് വേണ്ടി ചെയ്യുന്ന കടമയാണ്. ഇതിൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലം ആ വലിയ മനസ്സിൽ അച്ഛൻ്റെ സ്നേഹം മാത്രമാണ്. അത് മാത്രം മതി എനിക്ക് എന്നും ശാലിനി പറയുന്നുണ്ട്. അങ്ങനെ ശാലിനിയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. അല്ലെങ്കിൽ തന്നെ വിട്ടുകൊടുക്കാൻ ശാരദാമ്മ തയ്യാറായിരുന്നു.
അങ്ങനെ ഇപ്പോൾ 10 ലക്ഷം രൂപയും ട്രോഫിയും വാങ്ങാനായി സത്യഭാമയെ ക്ഷണിക്കുകയാണ്. ഇത് നൽകുന്നതിനായി സാബു വർഗീസ് സാറിനെയും ക്ഷണിക്കുകയാണ്. അങ്ങനെ സത്യഭാമ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വളരെ സന്തോഷത്തോടെയാണ് അവരത് ഏറ്റുവാങ്ങിക്കുന്നത്. സുസ്മിതയ്ക്കും രോഹിത്തിനും ജഗദീപിനും എല്ലാം ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ശാരദാമ്മ തന്നെയാണ് ജയിക്കുമെന്ന്. പക്ഷേ ഇവർക്കറിയില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. പുറത്തു നിൽക്കുന്ന സുസ്മിതയും ചന്ദ്രബോസും അറിയുന്നില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും. പിന്നെ രാഘവനും വിചാരിച്ചിരിക്കുന്നത് ശാരദാമ്മയാണ് ജയിച്ചതെന്ന്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.